വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റെബേക്ക യാരോസ് എഴുതിയിരിക്കുന്ന അയൺ ഫ്ലെയിം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് അയൺ ഫ്ലെയിമും ഫോർത്ത് വിങ്ങും ഒക്കെ 3 നോവൽസ് ഉണ്ട്. അപ്പോൾ ഞാനത് മൂന്ന് പാർട്ടായിട്ട് ഇടാമെന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇത് ഫോർത്ത് വിങ്ങിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അയൺ ഫ്ലെയിം എന്ന് പറഞ്ഞ നോവൽ. അയൺ ഫ്ലെയിമും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ പൂരം പോലെ അമിട്ടുരിയുന്ന പോലെ എന്നൊക്കെ പറയുന്ന നല്ലൊരു നോവലാണ് അയൺ ഫ്ലെയിം. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നോവലാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹാഷെ പബ്ലിഷേഴ്സ് ആണ്. ഇതിൻ്റെ വില, നോർമൽ വില ഇപ്പോൾ ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് 1599 രൂപയാണ്. അപ്പോൾ ഇത് ആമസോണിലൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 499, 399, 314 അങ്ങനെയൊക്കെ പല റേറ്റിൽ കാണുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് വായിക്കാനായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ ഞാൻ ഇത് ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇത് ഡ്രാഗൺസും ഒക്കെ ആയിട്ടുള്ള കഥയാണ് പറയുന്നത്. ആദ്യത്തെ പുസ്തകത്തിനകത്ത് വയലറ്റ് സോറൻഗേൽ വെനിനുമായിട്ട് നേരിട്ട് കാണുകയും അവിടെ ഒരു യുദ്ധം, വെനിനെ കൊല്ലാനായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടാവുകയും, അപ്പോൾ ഇതിനകത്ത് ഇവളുടെ രാജ്യം നവാറാണെങ്കിലും പിന്നെ വേറെ ഒരു രാജ്യമാണ് പൊറോമിയിൽ. അപ്പോൾ ഈ രാജാവും പിന്നെ ഈ മിലിറ്ററിയും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ വെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് വിൽഡേഴ്സ് എല്ലാം കഥകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഡ്രാഗൺസും ഈ ഗ്രിഫിൻഡർ എന്ന് പറഞ്ഞ പൊറോമിയിൽ എന്ന് പറഞ്ഞ രാജ്യത്തെ മാജിക്കുകാരാണ് ഈ ഗ്രിഫിൻഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ തമ്മിൽ യുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഈ സാധാരണ ജനങ്ങളെ ഈ അധികാരത്തിലുള്ളവരൊക്കെ നുണ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് സിറ്റിസൺസിന് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് അധികാരത്തിലിരിക്കുന്നവർ പറയുന്ന ഒരുപാട് നുണകളാണ് ഇതെല്ലാം എന്നുള്ളത് വയലറ്റിന് മനസ്സിലാവുന്ന അങ്ങനെയാണ്. അങ്ങനെ പക്ഷേ ലാസ്റ്റ് പുസ്തകത്തിനകത്ത് ഇവൾക്ക് വെനിനോടുള്ള അറ്റാക്കിൽ ഇവളുടെ കൂട്ടുകാരൻ ലിയാം മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിയാമിൻ്റെ ഡ്രാഗണാണ് ആദ്യം മരിക്കുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് ലിയാം മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവൾക്കാണെങ്കിൽ വെനിൻ ഭയങ്കര പവർഫുള്ളാണ്. കണ്ണൊക്കെ ചോന്ന്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ കണ്ണൊക്കെ ചോന്ന് ഇവർ മീൻസ് ഇപ്പം നമ്മളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടൊക്കെ ഉള്ള ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, മെലിഞ്ഞ് അങ്ങനെ ചോര തിണിർത്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് വെനിനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വെനിൻ്റെ വിഷത്താൽ സോറൻഗേൽ മരിക്കുന്ന സ്ഥിതിയിലെത്തുമ്പോഴാണ് ഫോർത്ത് വിങ് അവസാനിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഈ സെയ്ഡൻ എന്താ ചെയ്യും എന്ന് വെച്ചാൽ വയലറ്റിനെ അവൻ്റെ സ്വന്തം രാജ്യം, അവനൊരു ഡ്യൂക്കാണ്, അവൻ്റെ അച്ഛൻ ഫെൻ റിയോസൻ ഡ്യൂക്കായിരുന്നു. അപ്പോൾ ഇവന് ആ നാടാകെ നശിച്ചു പോയി എന്നൊക്കെയാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഇവളുടെ മരിച്ചുപോയി എന്ന് കരുതുന്ന ബ്രദർ ബ്രണ്ണനെ അവിടെ കാണുകയാണ്. ബ്രണ്ണന് എന്താണ് മെൻഡിങ് ആണ്, അതായത് ഏത് അസുഖവും മാജിക് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു കഴിവാണ് ബ്രണ്ണന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ബ്രണ്ണനും അങ്ങനെ ആ നാടിൻ്റെ പേര് അറേഷ്യ. അങ്ങനെ അറേഷ്യയിൽ ചെല്ലും, ഇവളെ രക്ഷിക്കും. തിരിച്ചു വന്നിട്ട് ഇവള് പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് മനസ്സിലായി ഈ സാധാരണ ജനങ്ങളെ പറ്റിക്കുകയാണ്, അപ്പോൾ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുകയും വേണം. അപ്പം അങ്ങനെ ഇവളുടെ സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഡ്രാഗൺസിൻ്റെ കഥ പറയുന്ന ഈ അൻഡാർണ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അയൺ ഫ്ലെയിമിൽ അൻഡാർണ കിടന്ന് ഉറങ്ങാൻ പോകും. അതായത് അവർ കുറേ നാൾ ഉറങ്ങുമ്പോഴാണ്, ഏകദേശം ഒരു കൊല്ലമൊക്കെ ഉറങ്ങുമ്പോഴാണ് അവർ അഡോളസെൻ്റ് പ്രായത്തിലേക്ക് എത്തുക. ശരിക്കും ഈ ഡ്രാഗൺസ് അഡോളസെൻ്റ് കഴിയാതെ മനുഷ്യന്മാരുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ അന്ന് ഫോർത്ത് വിങ്ങിൽ ഇത് അൻഡാർണയുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ അൻഡാർണയുടെ വളർച്ച പൂർണ്ണമാകുന്നില്ല. അങ്ങനെ ഇവിടെയൊക്കെ ഭയങ്കര കുറ്റബോധങ്ങളൊക്കെ തോന്നുകയാണ് വയലറ്റിന്. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയം ഒക്കെ ഇതാണ്. പക്ഷേ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ്. കാരണം ഈ സെയ്ഡൻ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കറക്റ്റ് കാര്യങ്ങളൊന്നും ഇവളോട് പറയുന്നില്ല. ഒരുപാട് സീക്രട്സ് സെയ്ഡൻ്റെ കയ്യിലുണ്ട്, അതൊന്നും ഇവളോട് പറയുന്നില്ല. അപ്പോൾ ഇവള് പറയുന്നത് ഇവള് പൂർണ്ണ മനസ്സോട് കൂടിയിട്ടാണ് സെയ്ഡനെ സ്നേഹിക്കുന്നത്. പക്ഷേ സെയ്ഡൻ അത് ഇഷ്ടമുണ്ട്, പക്ഷെ ഉള്ളു തുറന്നിട്ടല്ല, ഇവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെനിനെതിരെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അയൺ ഫ്ലെയിമിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ വെനിനായിട്ട് കുറേ യുദ്ധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തിയോഫനി എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു ഡാർക്ക് വീൽഡർ ഉണ്ട്. അപ്പോൾ അവർ ഈ വയലറ്റ് സോറൻഗേലിനോട് പറയും, നീ ഞങ്ങളുടെ കൂടെ ചേര്, ലൈറ്റ്നിങ് ആണല്ലോ ഇവളുടെ ഒരു സിഗ്നറ്റ് എന്നുള്ള പവറിനെയാണ് പറയുന്നത്. അപ്പോൾ ആ സിഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് അടിക്കും, മീൻസ് ഇടിവെട്ട് ആണ് ഇവളുടെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ആ ബെനിൻ്റെ നേർക്കും ഒക്കെ യുദ്ധത്തിൽ കൈ വീശിയിട്ട് ഈ പവർഫുള്ളായിട്ട് ഈ ഇടിവെട്ട് ഏൽക്കുമ്പോൾ ബെനിൻ അല്ലെങ്കിൽ വൈവോൺ ചത്തുപോവുകയാണ്. പിന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നവാർ എന്ന് പറഞ്ഞ രാജ്യം, അതായത് വയലറ്റിൻ്റെ നാട്ടിൽ വാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊരു വലിയൊരു കല്ലിന് പവർ, അതായത് 7 ഡ്രാഗൺസൊക്കെ പവർ കൊടുത്തിട്ട് അതിനൊരു മാജിക്കൽ പവർ ഉണ്ട്. അപ്പോൾ ആ ഇതുള്ള സ്ഥലത്ത് ഈ ബെനിൻ കടക്കാൻ പറ്റില്ല. അവർക്ക് ആ മാജിക്, ഇപ്പം നമ്മൾ എന്തെന്ന് പറയുക, പിശാചിനെ കുരിശ് കാണുന്നത് പോലെ എന്നുള്ള രീതിയിൽ വെച്ചേക്കാണ്. അപ്പോൾ ബെനിൻ കടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നവാർ അത്രയും നാളും പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ വയലറ്റും ആരും ഈ സിറ്റിസൺസ് ഒന്നും അറിയാതിരുന്നത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാരണം ബെനിൻ ഈ നാട്ടിലേക്ക് കടക്കുന്നില്ല ഈ വാർഡ് കാരണം. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധത്തിൽ ഒരു ജാക്ക് ബാർലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ ആ ജാക്ക് ബാർലോ ഈ ഒരു എന്താണ് വയലറ്റ് വീക്കാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവള് ഉപദ്രവിക്കാൻ, ബെനിൻ ആ യുദ്ധത്തിൽ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അയാളെ കൊന്നു കളയുന്നുണ്ട്. പക്ഷെ അയാൾ രക്ഷപ്പെട്ടു വരികയും, അപ്പോൾ അയാൾ എന്താണ് ഈ അയൺ ഫ്ലെയിമിൽ പുസ്തകത്തിനകത്ത് പറയുന്നത്, അതിനകത്ത് അയാൾ ആ വാർഡ് സ്റ്റോൺ, അതൊരു വലിയൊരു സ്റ്റോണാണ്, ആ സ്റ്റോൺ തകർക്കാൻ ശരിക്കും. അപ്പോൾ അയാൾ ബെനിൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഒരാളായിട്ട് അതിനകത്ത് വരുന്നതാണ്. പിന്നെ അതിനകത്ത് ഒരു വാരിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജനറൽ ഉണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇവൾക്ക് ഈ വയലറ്റ് സോറൻഗേലിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ബെനിനുണ്ട്, അവരുമായിട്ട് യുദ്ധം വേണം എന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പോൾ ഇയാൾ ഇവിടെ കുറേ പീഡിപ്പിക്കും, ഇവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താണ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സീൻസൊക്കെ വെച്ചിട്ടാണ് അയൺ ഫ്ലെയിം വെക്കുന്നത്. അങ്ങനെ ഈ വാർഡ് ജാക്ക് ബാർലോ ഈ വാർഡിൻ്റെ സ്റ്റോൺ നശിപ്പിക്കുമ്പോൾ ഒരു ലോഡ് ബെനിൻ ഈ നവാറിൽ വന്നിറങ്ങുകയും, അങ്ങനെ ആ വാർഡ് സ്റ്റോൺ ഒന്നും കൂടിയും എന്താണ് പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് വയലറ്റിൻ്റെ അമ്മ ലിലിത്ത് അവർ സ്റ്റോം ഒക്കെ, അതാണ് അവർക്ക് സ്റ്റോമാണ് അവരുടെ സിഗ്നറ്റ്. മഴയും വെയിലും ഒക്കെ, മീൻസ് മഴ ഉണ്ടാക്കുക, കൊടുങ്കാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പവർ എന്ന് പറഞ്ഞാൽ. പല പവറുകളുണ്ട്. ഇരട്ടകളാവുന്ന, അതായത് യുദ്ധത്തിന് നിൽക്കുമ്പോൾ നമ്മളൊരാളുടെ അടുത്ത് യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന ആൾ 2ഓ 3ഓ ആയിട്ട് മാറുന്നത്. പിന്നെ ഐസ് ഉണ്ടാക്കുക, പിന്നെ എല്ല് തകർക്കുക, അല്ലെങ്കിൽ മെറ്റൽസ് തകർക്കുക, മീൻസ് യുദ്ധത്തിന് വാളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കഴിവുകളാണ് ഈ ഡ്രാഗൺസ് വഴിക്ക് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ലിലിത്ത് സോറൻഗേലും ഈ വാർഡ് സ്റ്റോൺ തകർത്തത് പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ലിലിത്ത് സോറൻഗേൽ അവരുടെ പവർ മുഴുവൻ അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ ഇവരുടെ ജീവൻ നഷ്ടപ്പെടുക, അങ്ങനെ അമ്മ നഷ്ടപ്പെടുകയാണ് വയലറ്റിന് അയൺ ഫ്ലെയിമിൽ. അങ്ങനെ ആ വാർഡ് സ്റ്റോൺ ഇതാക്കുന്നതിൻ്റെ നേരത്താണ് ഈ സെയ്ഡനെ ശരിക്കും യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ബെനിന് ഉള്ള ഏറ്റവും ഹയസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ സേജ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്, അവരുടെ ജനറൽ പോലെയുള്ളവരാണ്. അപ്പോൾ അയാൾ ഈ സെയ്ഡിനെ ആക്രമിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവൾക്ക്, അതായത് വയലറ്റ് പവറുകളാണെല്ലാം മാജിക്കൽ പവേഴ്സാണ്. അപ്പോൾ വയലറ്റിൻ്റെ പവർ കുറഞ്ഞു എന്ന് കഴിയുമ്പോൾ ഈ സേജ് പറയും, നിനക്ക് അവളെ രക്ഷിക്കണമെങ്കിൽ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഈ സെയ്ഡിനെ വെനിനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് അയൺ ഫ്ലെയിമിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ്, നല്ല സെക്ഷുവൽ സീൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ മലയാളത്തിൽ എഴുതുന്ന ചില സീരിയലുകൾ വായിക്കുമ്പോൾ ഇതിനകത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള സെയ്ഡനും വയലറ്റും തമ്മിലുള്ള റൊമാൻസൊക്കെ, അവരുടെ സ്നേഹം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അയൺ ഫ്ലെയിമിൻ്റെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫാൻറ്റസി വായിക്കാൻ, ഫാൻറ്റസി ആൻഡ് റൊമാൻസ് ആൻഡ് ഫാൻറ്റസി എന്ന് പറയുമ്പോൾ പുതിയൊരു ജോൺറയാണ് റൊമാൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഫാൻറ്റസി വായിക്കുന്നവർക്ക് ഇത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.